ഹലോ ഗൈസ്, ഞാനിന്ന് എൻ്റെ അമ്മയുടെ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടിൻ്റെ സീക്രട്സോ ഒന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ ഒരു ചെറിയ വരുമാന മാർഗ്ഗമാണിത്. അമ്മയുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ കൂട്ടിനെ പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. അമ്മ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഈ കഴിവ് അമ്മയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള അമ്മയുടെ ഒരു ചെറിയ സ്റ്റോറി നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഞാൻ അമ്മ മുറുക്കുണ്ടാക്കാൻ പഠിച്ചേ. അത് നമ്മുടെ വീട്ടിൽ പണ്ട് ഒരമ്മൂമ്മ വരുമായിരുന്നു മുറുക്ക് ചുറ്റാൻ. അപ്പം ആ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് അമ്മൂമ്മ ചുറ്റുന്നത് കണ്ടാണ് ഞാൻ പഠിച്ചത്. അമ്മൂമ്മ മുറുക്ക് ചുറ്റുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അമ്മൂമ്മയുടെ കൈ തന്നെ ഇങ്ങനെ നോക്കും. പിന്നെ മാവെടുക്കും, അമ്മൂമ്മ ചുറ്റുന്ന പോലെ നോക്കും. പിന്നെയും അങ്ങനെ ചെയ്ത് അമ്മൂമ്മ എൻ്റെ കൂടെ പറയടി, നീ ഇപ്പിടി പാക്കാതെ കൈയെല്ലാം വലിക്ക്. അത് തമിഴ് അമ്മൂമ്മയായിരുന്നു. അവസാനം അമ്മൂമ്മ പോകുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് ഞാൻ 2 ഉരുള മാവ് എടുത്തങ്ങ് മാറ്റിയിട്ട് അത് ഉണങ്ങിപ്പോവും. ഞാനത് ഇത്തിരി വെള്ളം കുടഞ്ഞ് 2 ദിവസത്തേക്കിന് അത് കയ്യിൽ വെച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചുറ്റി നോക്കും. അപ്പം മാവ് ചീത്തയാവത്തില്ലേ? 2 ദിവസം കഴിയുമ്പോൾ അത് പുളിച്ചു പോവും. പിന്നെ എടുത്തങ്ങ് കളയും. അങ്ങനെ പിന്നെ എപ്പോഴും ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഈ ഒരു ടെൻഡൻസിയാണ്, ഇങ്ങനെ മുറുക്കി വിട്ടണം എന്നുള്ള ആ ഒരു ഇത്. അങ്ങനെ ആയി വർഷങ്ങളായി കഴിഞ്ഞപ്പം പയ്യെ ആദ്യം ഒരു 10 പിരി വരെ ചുറ്റാൻ പറ്റി. പിന്നെ എൻ്റെ അമ്മയെല്ലാം നല്ല പ്രോത്സാഹനമായിരുന്നു. നിന്നെ കൊണ്ട് പറ്റും, നീ ചുറ്റിക്കോ, നിന്നെ കൊണ്ട് പറ്റും, നീ ചുറ്റി തന്നെ എണ്ണയിലിട്ടെടുക്കാം. അപ്പം അതൊന്നും ശരിയാവത്തില്ല, എന്നാലും എല്ലാവരും പ്രോത്സാഹനം തന്ന് പതുക്കെ അത് നല്ലപോലായി. ഇന്ന് ഞാൻ നല്ലതുപോലെ ചുറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിതിലും നല്ല ചുറ്റുന്ന മുറുക്ക് അറിയാമായിരിക്കും. എനിക്ക് ഈ മുറുക്ക് ഞാൻ നല്ലപോലെ ചുറ്റുന്നത് പോലെ അങ്ങനെ എനിക്കിന്നൊരു വരുമാന മാർഗമായി മുറുക്ക് ചുറ്റാനും പഠിച്ചു. ഓക്കെ. സുഖിയൊക്കെ എങ്ങനെയാ മുറുക്കുണ്ടാക്കാനൊക്കെ പഠിച്ചേ, മുറുക്ക് ചുറ്റാൻ പഠിച്ചത്? നോക്കിയിരുന്ന് പഠിച്ചതാ, പ്രതീക്ഷിക്കാതെ പഠിച്ചതായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞില്ലയോ, അമ്മ ആ അമ്മൂമ്മയുടെ മുറുക്ക് ഉണ്ടാക്കുന്ന നോക്കിക്കൊണ്ടിരിക്കും അമ്മൂമ്മയ്ക്ക് കൈവേദന വരുമായിരുന്നു, അമ്മൂമ്മ പറയുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അമ്മ ചുറ്റുന്നത് സുഖിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് കൈവേദനയൊക്കെ വരാറുണ്ടോ? ഞാൻ അമ്മയില്ലേ, ഒരു മോള് നോക്കിയെന്നും പറഞ്ഞ അമ്മയ്ക്ക് ഒരിക്കലും കൈവേദന വരത്തില്ല. അവൾ പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ, എനിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ചുമ്മാതാ, എനിക്കൊരു ഹെൽപ്പും ഇല്ല. അവൾ സ്കൂളിൽ ജോലിക്ക് പോകുക. അങ്ങനെ വീട്ടിൽ വന്നൊരു അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയും അമ്മയുടെ കയ്യിൽ നിന്ന് ചേച്ചിയും മുറുക്ക് ചുറ്റാനൊക്കെ പഠിച്ചു. എല്ലാ വെക്കേഷനും വീട്ടിൽ വരുമ്പോൾ ഞാനും മുറുക്ക് ചുറ്റാനൊക്കെ ഒരു ശ്രമം നടത്താറുണ്ട്. പക്ഷേ സ്ഥിരമായി പാളി പോകാറാണ് പതിവ്. എന്നാൽ ഇത്തവണ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വിജയിച്ചൊന്നുമില്ല, എങ്കിലും 2-3 പിരിയെങ്കിലും ശരിയായി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവിയിൽ ചിലപ്പോൾ അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയും ഒക്കെ എനിക്കും ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.